കോഴിക്കോട് വിമത നീക്കങ്ങളിൽ സമവായത്തിനായുള്ള അവസാനവട്ട ശ്രമത്തിലാണ് മുന്നണികൾ. കുന്നമംഗലം ബ്ലോക്ക് കാരശ്ശേരി ഡിവിഷനിൽ വിമതർക്ക് വഴങ്ങേണ്ടതില്ല എന്നാണ് ഡിസിസിയുടെ നിലപാട്. അതേസമയം എടച്ചേരിയിൽ ലീഗ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പിൻവലിച്ച വിമത പ്രശ്നം പരിഹരിക്കും. താമരശ്ശേരിയിൽ കുടുക്കിൽ ബാബുവിന്റെ പത്രിക പിൻവലിക്കാൻ ലീഗ് ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകിയെങ്കിലും പ്രാദേശിക നേതൃത്വം വഴങ്ങണ്ട എന്ന നിലപാടിലാണ്. നാദാപുരം പഞ്ചായത്ത് 1-ാം വാർഡിലെ CPI-CPM തർക്കം പരിഹരിക്കാനുള്ള അവസാനവട്ട ചർച്ച പുരോഗമിക്കുന്നു. ദീപക് മലയമ സമഗ്രമായ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ രണ്ട് മുന്നണികളിലെയും രണ്ട് പാർട്ടികളിലെയും പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഇപ്പോൾ കോഴിക്കോട്ടെ ഒരു സാഹചര്യം? സ്മൃതി, നേരത്തെ തന്നെ വലിയ രീതിയിൽ വിവാദമായിട്ടുള്ളത് കുന്നമംഗലം ബ്ലോക്കിലെ കാരശ്ശേരി ഡിവിഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ 5 പേരാണ് വിമതരായി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ള BN ഷുഹൈബിനെതിരെ എന്നതാണ്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ DCC മെമ്പർ, ഒപ്പം തന്നെ മുതിർന്ന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിൽ വിമത സ്ഥാനാർത്ഥിയായി വരുന്ന ഘട്ടത്തിലൊരു ചർച്ചകളിലേക്ക് നേതൃത്വം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ചകളൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും വഴിമുട്ടുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് DCC നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ള BN ഷുഹൈബിനെ സ്ഥാനാർത്ഥിയാക്കി തുടർന്ന് മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടെടുത്തിരിക്കുന്നത്. ഈ വിമതന്മാർക്ക് വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാടാണ് DCC സ്വീകരിക്കുന്നത്. ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ MT അഷ്റഫ്, ഒപ്പം തന്നെ സിറാജുദ്ദീൻ, ദിശാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കളാണ്. അവരൊക്കെ എന്ത് സമീപനം സ്വീകരിക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് തൽക്കാലം പത്രിക പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ടത്തോടുകൂടി നിങ്ങൾക്കൊരു മറുപടി കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ കാരശ്ശേരി ഡിവിഷൻ എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ച് എപ്പോഴും അവർക്ക് പ്രാപ്യമായിട്ടുള്ള ഒരു വാർഡാണ്. ആ ഡിവിഷനാണ് നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥിത്വം ഉണ്ടായാൽ പോകുന്നത് എന്നുള്ളൊരു സ്ഥിതിവിശേഷം അവിടെ നിലനിൽക്കുന്നു. മറ്റൊന്ന് എടച്ചേരിയുമായി ബന്ധപ്പെട്ടാണ്. എടച്ചേരിയിൽ 12-ാം വാർഡിലാണ് അവിടെ ലീഗ് ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അഷ്കർ തിരുവങ്ങോത്ത് എന്ന സ്ഥാനാർത്ഥിയായിരുന്നു. അവിടേക്ക് KMCCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മുതിർന്ന നേതാവ് വിമതനായി വരികയാണ്. അവിടെ ഇപ്പോൾ ചർച്ചകൾ പൂർത്തിയായി ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്ന അഷ്കറിനെ പിൻവലിക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മറ്റൊരു മുന്നണിയിലേക്ക് LDFിലേക്ക് പോകുമ്പോൾ നാദാപുരത്തെ പഞ്ചായത്തിലെ 1-ാം വാർഡുമായി ബന്ധപ്പെട്ടാണ് തർക്കം. അവിടെ CPIക്ക് LDF നൽകിയിരിക്കുന്ന സീറ്റാണ് നാദാപുരത്തെ 1-ാം വാർഡ്. പക്ഷേ അവിടേക്ക് വാട്സപ്പിലൂടെയാണ് CPIM ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതും പിന്നീട് പത്രിക നൽകുന്നതിലേക്ക് പോവുകയും ചെയ്തത്. LDF പല വിധത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകൾ വഴിമുട്ടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് 1-ാം വാർഡിലേക്ക് CPIക്ക് കൊടുത്ത സീറ്റ് ഒരുപക്ഷെ CPIയുടെ ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരവും കൂടി അവിടെ നിന്ന് വരുന്നു. അങ്ങനെയെങ്കിൽ വിമത ശബ്ദമുയർത്തിയ CPIന്റെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും 1-ാം വാർഡിലേക്ക് വരിക എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഇനിയിപ്പോൾ താമരശ്ശേരിയിലേക്ക് വന്നാൽ അവിടെ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരസമിതി ചെയർമാനായിട്ടുള്ള കുടുക്കിൽ ബാബു ലീഗിന്റെ സ്ഥാനാർത്ഥിയെ കരിങ്ങമണ്ണയിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണം എന്നുള്ളതാണ് ലീഗ് ജില്ലാ നേതൃത്വം നിർദ്ദേശമായി മുന്നോട്ട് വെച്ചത്. പക്ഷേ അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി ഒരു തരത്തിലും അതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഇങ്ങനെ ഇനിയിപ്പോൾ വരുന്ന 3 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ട ബാധ്യത നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട്. അതൊക്കെ എങ്ങനെ പരിഹരിക്കും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതൊന്നും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അവിടെയുള്ള വോട്ടുകൾ ഏത് നിലയിലേക്ക് മാറും എന്നുള്ള ചോദ്യവുമുണ്ട്. ആ നിലയ്ക്ക് സമവായ ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്ന് പറയാനും സാധിക്കും. ശരി, ദീപക് മലയമയാണ് കോഴിക്കോട്ടെ വിമതരുടെ കാഴ്ച അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.